നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ നടി തൃഷ കൃഷ്ണൻ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. തൃഷ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന കിംവദന്തികൾക്ക് ഇടെയാണ് പുതിയ റിപ്പോർട്ട്. നിലവിൽ കരാർ ഒപ്പുവെച്ച സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയായാൽ ബ്രേക്ക് എടുക്കും എന്നാണ് നടിയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള വാർത്തകളിൽ പറയുന്നത്. എന്നാൽ നടി ഔദ്യോഗികമായി ഇതുവരെയും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ വേണ്ടിയാണ് അഭിനയം താൽക്കാലികമായി നിർത്തുന്നത് എന്നതാണ് വാർത്തകളിലെ സൂചന. ഇത് ശരിയാണെങ്കിൽ നടിയുടെ പുതിയ ചുവടുവെപ്പ് ആയിരിക്കും ഇത്. 2 പതിറ്റാണ്ടായി തെന്നിന്ത്യൻ സിനിമയിൽ നിറസാന്നിധ്യമാണ് തൃഷ. അടുത്ത കാലത്ത് അവർ തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ മാത്രമാണ് അഭിനയിച്ചിരുന്നത്. തൃഷ പുതിയ ആരാധക കൂട്ടായ്മ രൂപീകരിക്കുന്നു എന്ന് മധുരയിൽ അടുത്തിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 9 പേരുടെ ഫോട്ടോകളും പോസ്റ്ററുകളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ നടി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ട് ഒന്നും തന്നെയില്ല. ഇതിന് പിന്നാലെയാണ് നടി അഭിനയം നിർത്തുന്നു എന്ന വാർത്തകളും പ്രത്യക്ഷപ്പെടുന്നത്. തൃഷ രാഷ്ട്രീയത്തിൽ സജീവമായേക്കുമെന്ന അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. നടൻ വിജയ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ തൃഷയുടെ ഇടപെടലുകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വിജയെ അഭിനന്ദിക്കുവാൻ അവർ വിജയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലും തൃഷ എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ വിജയ് സല്യൂട്ട് സ്വീകരിക്കവേ മുൻനിരയിൽ തന്നെ തൃഷയ്ക്ക് ഇരിപ്പിടം നൽകിയതിനെ കുറിച്ച് DMK മുഖപത്രം രംഗത്ത് വരികയും ചെയ്തിരുന്നു. തൃഷയ്ക്ക് എതിരായ പദപ്രയോഗവും നടത്തി എന്ന് ആരോപിച്ചുള്ള പരാതിയിലാണ് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവും നടനുമായ ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർച്ചയായി തമിഴ്നാട് മാധ്യമങ്ങളിൽ വാർത്തകളിൽ തൃഷ ഇടം പിടിക്കാറുമുണ്ട്. രാഷ്ട്രീയപരമായും സിനിമാ വാർത്തകളിലും തൃഷ നിറയാറുണ്ട്. മരണം വരെ അഭിനയ രംഗത്ത് ഉണ്ടാകുമെന്ന് തൃഷ മുൻപൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. വിജയ് ഒഴിഞ്ഞ തൃച്ചി ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ തൃഷ മത്സരിച്ചേക്കും എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതേസമയം അരവിന്ദ് സ്വാമിക്ക് ഒപ്പമുള്ള ചിത്രമാണ് തൃഷയുടേതായി പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഇനിയുള്ളത്. ചിരഞ്ജീവിക്ക് ഒപ്പമുള്ള വിശ്വംഭര എന്ന തെലുങ്ക് സിനിമയും ഇനി വരാനുണ്ട്. മോഹൻലാലിന് ഒപ്പമുള്ള റാം എന്ന ചിത്രത്തിലും തൃഷ വേഷമിട്ടിട്ടുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ മൂവിയായ റാം ഏറെക്കാലമായി ചിത്രീകരണം നടക്കുകയാണ്. അതേസമയം ചെന്നൈയിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുൻനിരയിൽ സിനിമാ താരമായ തൃഷയ്ക്ക് ഇരിപ്പിടം ഒരുക്കിയ സംഭവത്തിൽ വിമർശനവുമായി DMK മുഖപത്രമായ മുരശൊലി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ആഗസ്റ്റ് 15-ന് ചെന്നൈയിൽ നടന്ന സ്വാതന്ത്ര്യ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും മുൻനിരയിൽ വിജയുടെ മാതാപിതാക്കൾക്ക് അടുത്ത് സീറ്റ് ലഭിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ വിഷയമാണ്. ഇതിനു പുറമെ വിജയ് പരേഡിൽ സല്യൂട്ട് നൽകുമ്പോൾ തൃഷ തിരിച്ച് സല്യൂട്ട് ചെയ്യുന്ന വീഡിയോകളും വൈറലായി മാറിയിരുന്നു. മുഖ്യമന്ത്രിയുടെയും നടിയുടെയും ഈ പ്രവൃത്തിയെയും മുരശൊലി എഡിറ്റോറിയലിൽ വിമർശിക്കുന്നുണ്ട്. ഒരു നടിയെ സ്വാതന്ത്ര്യദിന പരേഡിൽ കൊണ്ടുവന്ന് സല്യൂട്ട് ചെയ്തു. വിജയുടെ സ്വന്തം ആരാധകർക്ക് പോലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പൊതുജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും ഇത് എന്നാണ് മുരശൊലി മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നത്. നടിക്ക് മുൻനിരയിൽ സീറ്റ് ഒരുക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മാനം കാറ്റിൽ പറന്നെന്നും മുഖപ്രസംഗത്തിൽ വലിയ അക്ഷരത്തിൽ മുകളിലായി പത്രം നൽകിയിട്ടുമുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പരേഡിന്റെ മുൻനിരയിൽ ഒരു നടിയെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ ഇരുത്തിയതും സല്യൂട്ട് കൈമാറിയതും വിജയ്ക്ക് വോട്ട് ചെയ്തവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ് എന്നും പത്രം മുഖപത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഒട്ടും മര്യാദയില്ലാത്ത പ്രവൃത്തികൾ പരസ്യമായി ചെയ്യുകയും ശേഷം അവയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയാണ് വിജയ് എന്ന് എഡിറ്റോറിയൽ ആരോപിക്കുന്നുണ്ട്. TVK സർക്കാരിന്റെ 100 ദിവസങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലിലാണ് സ്വാതന്ത്ര്യദിന ചടങ്ങിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതേസമയം മുഖപ്രസംഗത്തിൽ വിജയുടെയും TVKയുടെയും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വിജയുടെ മാതാപിതാക്കളായ ശോഭ ചന്ദ്രശേഖർ, SA ചന്ദ്രശേഖർ എന്നിവർക്ക് ഒപ്പം മുൻനിരയിലാണ് തൃഷ എഴുന്നേരുന്നത്. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് കേസ് പിൻവലിച്ചപ്പോൾ പലരും കരുതിയത് സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയതാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. തൃഷ ഇപ്പോഴും വിജയുടെ ജീവിത പങ്കാളിയാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും പരക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ കടന്നാക്രമണങ്ങൾക്കൊന്നും തന്നെ ഈ ബന്ധത്തെ തകർക്കാനാകില്ല എന്നതാണ് ആരാധകർ പറയുന്നത്. അമ്മ ഉമാകൃഷ്ണയ്ക്ക് ഒപ്പമാണ് തൃഷ സ്വാതന്ത്ര്യദിന ചടങ്ങിലേക്ക് എത്തിയിരുന്നത്. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖറിന് അടുത്താണ് തൃഷ ഇരുന്നിരുന്നത്. ഇവർ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ ജനം ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മകൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന അച്ഛനാണ് SA ചന്ദ്രശേഖർ. വിജയ്ക്ക് മുമ്പേ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ആൾ കൂടിയാണ്. ഇന്ന് ഈ സന്തോഷത്തിൽ വിജയ്ക്ക് ഒപ്പം തൃഷയും ഇരിപ്പുണ്ട്. SA ചന്ദ്രശേഖറിന് ഒരു കാലത്ത് ഇഷ്ടമായിരുന്നില്ലാത്ത നടിയായിരുന്നു തൃഷ. വിജയ് 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ താരമായി മാറി നിന്ന കാലമായിരുന്നു. 2004-ൽ ഗില്ലി എന്ന സിനിമയിൽ ആദ്യമായി വിജയുടെ നായികയായി തൃഷ എത്തുകയായിരുന്നു. ഈ ജോഡി ആഘോഷിക്കപ്പെടുകയായിരുന്നു പിന്നീട്. തുടരെ വിജയുടെ നായികയായി തൃഷ എത്തുവാനും തുടങ്ങി. റിപ്പോർട്ടുകൾ പ്രകാരം അക്കാലത്ത് തന്നെ വിജയും തൃഷയും അടുത്ത ബന്ധത്തിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.
വിജയ് അന്ന് വിവാഹിതനായതുകൊണ്ട് തന്നെ തൃഷയെ വിജയിൽ നിന്നും അകറ്റുവാൻ നീക്കങ്ങൾ നടത്തിയത് എസ് എ ചന്ദ്രശേഖറാണെന്നും വാദങ്ങൾ വരുന്നുണ്ട്. ഹിറ്റ് ജോഡികൾ പിന്നീട് ഒരുമിച്ച് സിനിമകൾ ചെയ്യാതെയായി. വിജയോടുള്ള അനിഷ്ടം ചില അഭിമുഖങ്ങളിൽ തൃഷ പ്രകടിപ്പിക്കുക പോലും ഉണ്ടായിരുന്നു. നീണ്ട 15 വർഷങ്ങൾ ഇവർ ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടില്ല. 2023 ലിയോ എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഗോസിപ്പുകൾക്കൊക്കെ ശക്തമായി തുടങ്ങിയിരുന്നു. ഇന്ന് എന്ത് പ്രശ്നം വന്നാലും തൃഷയെ വിട്ടുകൊടുക്കുവാൻ വിജയ് തയ്യാറല്ല എന്ന മട്ടിലാണ് ഉള്ളത്. അച്ഛന്റെ താക്കീത് കൊണ്ട് അന്ന് വേണ്ട എന്ന് വെച്ച ബന്ധം ഇന്ന് അച്ഛന്റെ മുന്നിൽ തന്നെ തുറന്നു കാണിക്കുകയാണ് എന്നതാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്.